ലാസ്റ്റ് നിങ്ങൾ എന്നാ ഒരു സൺറൈസ് കണ്ടത്? ഇത് അതുപോലെ ഒരു സൺറൈസിൻ്റെ കഥയാണേ. ഇത് കരിക്കുഴിമേട്ടിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത് അന്ന് രാവിലത്തെ സൺറൈസ് ആയത്. ഒരു 6-6:30 ആയി കാണും സമയം. അപ്പോഴത്തേക്കും എന്താ പതുക്കെ ടിൻ്റൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളർ ടിൻ്റൊക്കെ. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ നിന്ന് പതുക്കെ എണീറ്റ് വന്ന് നോക്കുവാണേ. എങ്ങനെയാണെന്നറിയില്ല, അലാറം വെക്കാതെ കറക്റ്റ് സൺറൈസിൻ്റെ സമയമായപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. ഈ വർഷം ഞാൻ ഒത്തിരി സൺറൈസ് കണ്ടു കേട്ടോ, യൂഷ്വലി ഉള്ള ടൈമിനേക്കാൾ കൂടുതൽ. പിന്നെ ഇവിടെ വന്നപ്പോൾ സർപ്രൈസ് ആയി. ഞാൻ നോക്കിയപ്പോൾ ഇതെന്താ ഡാം പോലെ കിടക്കുന്നതെന്ന് തോന്നി. ഇത് ശരിക്കും കോടടിച്ച് കിടക്കുന്നതാണ്, ക്ലൗഡ് ബെഡ് ആയിട്ടില്ല, പക്ഷേ കോടയടിച്ചിട്ട് ഇങ്ങനെ ഒരു ഡാം പോലെ കിടക്കുന്നുണ്ടായിരുന്നു ആ ഏരിയ മൊത്തം. രസമുണ്ടായിരുന്നു. നമ്മളവിടെ അത് എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ പുല്ലിലൊക്കെ ഇങ്ങനെ തണുത്ത മഞ്ഞുതുള്ളി വീണിട്ട് നനഞ്ഞ് കിടക്കുമായിരുന്നു. പക്ഷെ നമ്മളവിടെ സൺറൈസ് വരുന്നത് നോക്കി കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. സൺറൈസ് ആവാൻ പോയിട്ട് നമ്മുടെ സ്കൈൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വന്ന് പതുക്കെ സൂര്യൻ ഉദിച്ചിങ്ങനെ വരണം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. നമുക്കതിങ്ങനെ ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്. അതുപോലെ നമുക്ക് ചുറ്റും ഈ കാടായിരുന്നത് കൊണ്ട് തന്നെ മൊത്തം കിളികളുടെ സൗണ്ടും ആ രാവിലെ എണീറ്റതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അതിൽ ഈ സൺറൈസ് കാണുന്നതിൻ്റെ ഒരു സന്തോഷം. സൂര്യനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ, നമ്മൾ സൺറൈസ് എപ്പോഴും കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ സൂര്യൻ വരും, പിന്നെ അതിങ്ങനെ പെട്ടെന്ന് അങ്ങ് തീരും സൺറൈസ്. പക്ഷെ ആ ഉദിച്ച് വന്ന സൂര്യൻ്റെ ഗ്ലോ നമ്മുടെ മുഖത്തടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.